ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണം. ഒരു സദ്യയിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ് അവിയൽ. പല വിധത്തിൽ അവിയൽ ഉണ്ടാക്കാം. ഓരോ നാട്ടിലും ഓരോ രുചിയാണ്. തൈര് ചേർത്തും മാങ്ങ ചേർത്തും പിന്നെ പുളി ചേർത്തും ഒക്കെ അവിയൽ ഉണ്ടാക്കാറുണ്ട്. ഞങ്ങൾ ഈ പാലക്കാട് ഭാഗങ്ങളിലൊക്കെ മോര് ചേർത്തിട്ടാണ് കേട്ടോ അവിയൽ ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഓരോ ഭാഗങ്ങളിലും അവിയൽ ഉണ്ടാക്കാൻ എടുക്കുന്ന പച്ചക്കറികളിലും ഒരുപാട് വ്യത്യാസങ്ങൾ കാണാറുണ്ട്. ചില ഭാഗങ്ങളിലൊക്കെ വഴുതനങ്ങ, കോവയ്ക്ക അങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് അവിയൽ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ എങ്ങനെയാണ് അവിയൽ വെക്കാറ് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം വെള്ളരിക്ക, ഒരു നേന്ത്രക്കായ, 2 മുരിങ്ങക്കായ, ഒരു ചെറിയ കഷ്ണം പടവലങ്ങ, കുറച്ച് ചേന, ഒരു ക്യാരറ്റ്, പിന്നെ കുറച്ച് ബീൻസ്, കുറച്ച് കൊത്തമരക്ക. കഷ്ണങ്ങളെല്ലാം നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഒരേ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരേ നീളത്തിലും ഒരേ കനത്തിലും വേണം എപ്പോഴും അവിയലിന് കഷ്ണം മുറിക്കാൻ. ഇതെല്ലാവർക്കും അറിയുന്നുണ്ടാവും. ആദ്യമായിട്ട് കുക്ക് ചെയ്യണ ആൾക്കാരുണ്ടെങ്കിൽ അവരൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാ. അവിയൽ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ സ്റ്റീലിൻ്റെ ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കഷ്ണങ്ങളൊന്നും മടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് പാത്രത്തിലേക്ക് ഇടാം. ചില ആൾക്കാരൊക്കെ വേവ് കൂടുതലുള്ള കഷ്ണങ്ങളൊക്കെ ആദ്യം ചേർത്ത് കൊടുത്ത് പിന്നെ അതൊരു 1/4 വേവാകുമ്പോൾ വേവ് കുറവുള്ള കഷ്ണങ്ങൾ ചേർത്ത് അങ്ങനെയൊക്കെ ഉണ്ടാക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാനിങ്ങനെ കേട്ടോ ചെയ്യാറ്. എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ടാണ് ഞാൻ വേവിക്കാറുള്ളത്. ഇതെൻ്റെ അമ്മയുടെ റെസിപ്പി കേട്ടോ. അമ്മയുടെ എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ. അമ്മ ഉണ്ടാക്കണ അവിയലിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അമ്മയുടെ നിന്നാണ് ഞാനിങ്ങനെ ഉണ്ടാക്കാൻ പഠിച്ചത്. ഇപ്പം എല്ലാ കഷ്ണങ്ങളും നമ്മൾ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. മുളക് പൊടി അവിയലിനൊരു കളറിന് വേണ്ടി മാത്രം ചേർത്തതാണ്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഈ കഷ്ണങ്ങളൊന്ന് കുടഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഉപ്പും മുളകും മഞ്ഞളും എല്ലാ ഭാഗത്തും എത്തണ പോലെ നന്നായിട്ടൊന്ന് കുടഞ്ഞു കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. വെള്ളം അധികം ചേർക്കരുതേ. ഈ അവിയൽ കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കണ അവിയലാണ്. ഇനി ഈ പാത്രം അടച്ച് കഷ്ണങ്ങളെല്ലാം നന്നായി വേവണ വരെ നമുക്ക് ആവി കയറ്റിയെടുക്കാം. സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ. നമ്മളധികം വെള്ളം ഒഴിച്ചിട്ടില്ലല്ലോ, അപ്പോൾ അടി പിടിക്കാതിരിക്കാൻ നോക്കണേ. കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 മുറി തേങ്ങ ചിരകിയത്, 1 ടേബിൾ സ്പൂൺ ജീരകം, ഒരു 5 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇത്രയും മതി കേട്ടോ. ഒരുപാട് അരഞ്ഞു പോകണ്ട നോക്കണേ. ഞാനിതിൽ വെള്ളമൊന്നും ചേർക്കാണ്ടാണ് ചതച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 1 കപ്പ് തൈരാണ്. ഈ 1 കപ്പ് തൈര് ഞാൻ അത്യാവശ്യം പുളിയുള്ള തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മുടെ കഷ്ണങ്ങൾ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പാകത്തിനുള്ള വേവാണ് കണ്ടോ. അധികം വെള്ളമൊന്നുമില്ല, നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കുഴഞ്ഞ അവിയലാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർക്കാം. പക്ഷേ ഇവിടെ എല്ലാവർക്കും ഡ്രൈ ആയിട്ടുള്ള അവിയലാണ് ഇഷ്ടം. അത് കാരണം കൊണ്ട് ഞാൻ അധികം വെള്ളം ചേർക്കാറില്ല. അധികം വെള്ളം ചേർക്കാതെ സിമ്മിലിട്ടിട്ട് ആവിയിൽ വേവിച്ചെടുക്കും. ഇനി നമുക്ക് ഈ കഷ്ണത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ തൈര് കഷ്ണത്തിൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കണ പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, തൈര് ചേർത്തപ്പോൾ അവിയൽ വെള്ളമായത് കണ്ടോ. തൈരുന്നുണ്ടായ വെള്ളമാണത്. ഇനി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം നമുക്ക്. അപ്പോഴത്തേനും കഷ്ണത്തിലൊക്കെ തൈരിൻ്റെ പുളി നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ കഷ്ണത്തിലെ വെള്ളമൊക്കെ വറ്റി മോരിൻ്റെ പുളിയെല്ലാം കഷ്ണത്തിൽ നന്നായി പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർക്കാം. തേങ്ങ ചേർക്കുമ്പോൾ ഞാൻ തീ സിമ്മിലാക്കി വെക്കാറുണ്ട് കേട്ടോ, ഇല്ലെങ്കിൽ തേങ്ങ വെന്ത് പോവും. തേങ്ങ ചേർത്തതിന് ശേഷം തേങ്ങ എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കുമ്പോൾ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു വേണ്ട നോക്കണേ. പതുക്കെ മിക്സാക്കി കൊടുത്താൽ മതി. തേങ്ങ എല്ലായിടത്തും നന്നായി മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കി ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ മേലെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രം കുറച്ച് സമയം ഒന്ന് അടച്ചു വയ്ക്കാം. ഇങ്ങനെ അവിയൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാട്ടോ. ഞാനിതിൽ വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഒന്നും ചേർത്തിട്ടില്ല. നിങ്ങൾ എങ്ങനെയാണ് അവിയൽ ഉണ്ടാക്കുക എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണേ. ഇതുവരെ അങ്ങനെ ഉണ്ടാക്കാത്ത ആൾക്കാർ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ള ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണേ.
അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബായ്.